ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. എന്നും ദോശ ഇഡ്ഡലിയുടെ കൂടെ ഒരേ ടൈപ്പിലുള്ള ചട്നി കഴിച്ച് മടുത്തു പോയോ? എങ്കിൽ ഇതുപോലൊരു വറുത്ത ഉള്ളി ചട്നി തയ്യാറാക്കി കൊടുത്തു നോക്കൂ. എത്ര ദോശ ഇഡ്ഡലി കഴിച്ചു എന്ന് അവരെ അറിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചട്നി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ വറ്റൽമുളക് ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ മുളകൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമുക്ക് എത്രത്തോളം എരിവ് വേണമോ അതിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളകിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഇത് സാധാരണ നോർമൽ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ 5 വറ്റൽമുളക് ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ വറ്റൽമുളകെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ ചൂടായ എണ്ണയിലേക്ക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാ കഷ്ണങ്ങളും കൂടി വളരെ കുറച്ച് മാത്രം മതിയാവും. ചിരകിയ തേങ്ങയാണെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ മതിയാവും. തേങ്ങാ കഷ്ണങ്ങളും ചേർത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം കൂടെ നമുക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി അല്ലിയും കൂടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 10-12 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. തീരെ ചെറുതായതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 5 വെളുത്തുള്ളി അല്ലി മതിയാവും. വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ തേങ്ങയുടെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഒന്ന് കളറ് മാറി കിട്ടിക്കോളും. ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി വേണ്ടത് ഒരു 20ഓളം ചെറിയുള്ളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളി അരിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമാണ് ഫസ്റ്റിൽ നമ്മൾ സൗണ്ടായിട്ട് കേട്ടത്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് മാറി കിട്ടിക്കോളും. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ല കേട്ടോ. ചെറിയുള്ളിക്ക് പകരം നമ്മൾ സവാള ചേർക്കരുത് കേട്ടോ. എങ്കിൽ പിന്നെ ആ ഒരു ചട്നിയുടെ ടേസ്റ്റ് പാടേ മാറിപ്പോകും. തീരെ നിവർത്തിയില്ല, ചെറിയുള്ളി കിട്ടാനേ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സവാള ചേർക്കാവുന്നതാണ്. പക്ഷേ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ചെറിയുള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി എല്ലാം പകുതി അളവിൽ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടലയും കൂടിയാണ്. കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയോ വറുക്കാത്ത കപ്പലണ്ടിയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതിലിട്ടൊന്ന് വറുത്തെടുക്കുന്നതിൻ്റെ പേരിൽ കുഴപ്പമില്ല. ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ ചെറിയുള്ളിയെല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. പെട്ടെന്ന് തന്നെ കറിവേപ്പില ഒന്ന് ഒരുങ്ങി കിട്ടിക്കോളും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ. ഈ ചൂടൊന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം മാത്രം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് വറുത്ത് മാറ്റി വെച്ചിരുന്ന വറ്റൽമുളകും കൂടിയാണ്. കൂടെ പിന്നെ ചെറിയൊരു പീസ് അളവിൽ മാത്രം പുളിയും കൂടി ചേർക്കാം. പുളി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ചേർക്കണം, കൂടുതൽ ചേർക്കരുത്. അതായത് ഇപ്പോൾ പുളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. ഇനി നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ശർക്കരയും കൂടിയാണ്. പഞ്ചസാര ചേർക്കരുത്. ഇതുപോലെ ഒരു കുഞ്ഞു പീസ് അളവിൽ മതിയാവും. അപ്പോൾ നമ്മുടെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ തീരെ ശർക്കര ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും തയ്യാറാക്കുമ്പോൾ ചെറിയൊരു കുഞ്ഞു പീസ് അളവിൽ ശർക്കരയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിലായ ആ ഒരു വെള്ളം വേണം ചേർക്കാനായിട്ട്. അതല്ലാതെ പച്ചവെള്ളം ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ. നമ്മുടെ ചട്നിക്ക് എത്രത്തോളം തിക്നെസ് വേണമോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് താളിച്ചും കൂടി ചേർക്കാനായിട്ടുണ്ട്. താളിച്ചെടുക്കാനായിട്ട് ഒരു കുഞ്ഞു ചീനച്ചട്ടിയിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മുളക് പൊടിയും കൂടിയാണ്. അപ്പോൾ ഈ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നേരിട്ട് നമ്മുടെ ചട്നിയിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു കളർ നമ്മുടെ ചട്നി കിട്ടും കേട്ടോ. താളിച്ചും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുപോലൊരു വറുത്ത ഉള്ളി ചട്നി നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.